മാനത്തെ മാറ്റം ഇനി മുതൽ കോട്ടയം ജില്ലയുടെ മലയോരത്ത് കൂടുതൽ വ്യക്തതയോടെ അറിയാം. കൃത്യതയുള്ള കാലാവസ്ഥാ വിവരങ്ങൾ നൽകാൻ പുതിയ സംവിധാനം വന്നതോടെയാണ് ആശങ്കയുടെ കാർമേഘം ഒഴിയുന്നത്. പൂഞ്ഞാർ മേഖലയിലെ മീനച്ചിൽ നദീതടത്തിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 3 വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. മഴമേഘങ്ങൾ മാനത്ത് നിറയുമ്പോൾ ആശങ്കയുടെ കാർമേഘം ഉരുണ്ടുകൂടുന്ന ജനതയാണ് കോട്ടയം ജില്ലയുടെ മലയോരത്തുള്ളത്. അവിടെ പെയ്തൊഴിയുന്ന മഴ ഒന്നാകെ ആശങ്ക സൃഷ്ടിച്ച് ഒലിച്ചെത്തുന്നത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും. ഇനി മഴ പെയ്യുമോ, ഉരുൾപൊട്ടിയോ, മീനച്ചിലാറ്റിൽ വെള്ളം ഉയർന്നോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടാവും. അതിനായി മഴ മണ്ണിലിറങ്ങുന്നതിൻ്റെ തീവ്രത മനസ്സിലാക്കി ഇക്കാര്യത്തിലൊക്കെ കൃത്യത ഉറപ്പാക്കാനുള്ള കാലാവസ്ഥാ നിർണയ കേന്ദ്രം തയ്യാറായി കഴിഞ്ഞു. തീക്കോയി പഞ്ചായത്തിലെ വഴിക്കടവ്, മൂന്നിലവിലെ മേച്ചാൽ, പൂഞ്ഞാർ തെക്കേക്കരയിലെ പതാമ്പുഴ എന്നിവിടങ്ങളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. മീനച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. ഇത് മീനച്ചിൽ നദീതടത്തിൻ്റെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ശേഷമുള്ള അതിതീവ്ര മഴയുടെ ഭാഗമായിട്ട് കൂടുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം രൂപപ്പെടുത്താൻ ആവശ്യമായ പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പുകൾ എന്നതിനേക്കാൾ ഇവിടുന്ന് സമാഹരിക്കുന്ന റിയൽ ടൈം വിവരങ്ങൾ സമാഹരിച്ച് മുമ്പോട്ടുള്ള പഠനങ്ങൾക്ക് വിധേയമാക്കുകയും അതൊരു കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനം രൂപപ്പെടുത്താൻ ഉതകും വിധം തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് AWSൻ്റെ ഒരു ലക്ഷ്യം. ഒരു വെതർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ 4 ലക്ഷം രൂപയാണ് ചെലവ്. വാഗമൺ മുതൽ കുമരകം വരെയുള്ള പ്രദേശത്തെ കാലാവസ്ഥാ വിവരം ശേഖരിക്കുന്ന വോളണ്ടിയർമാരും പ്രവർത്തനത്തിൻ്റെ ഭാഗമായുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം കാലേക്കൂട്ടി അറിയുമ്പോൾ പ്രദേശവാസികൾക്ക് മുന്നൊരുക്കവും സാധ്യമാവും. സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.